വടക്കാഞ്ചേരി പീഡനത്തിൽ അന്വേഷണ സംഘം പരാതിക്കാരിയുടെ മൊഴിയെടുക്കുന്നു. ASP പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴിയെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ദിൽജിത്ത് ചേരുന്നുണ്ട്. ദിൽജിത്ത്, മൊഴിയെടുക്കൽ ഇപ്പോഴും തുടരുകയാണോ? മറ്റു വിവരങ്ങൾ? ഭൂമി ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് കൊച്ചിയിലെ രഹസ്യ കേന്ദ്രത്തിൽ പരാതിക്കാരിയുടെ മൊഴിയെടുപ്പ് ആരംഭിച്ചത്. 2016 ആഗസ്റ്റ് മാസം നൽകിയ ആദ്യ പരാതിയിൽ മൊഴിയെടുപ്പിനിടെ ഉണ്ടായ ബുദ്ധിമുട്ടുകളും അതോടൊപ്പം പേരമംഗലം യുടെ മോശം പെരുമാറ്റം ഉണ്ടായെന്നും അടക്കം വീട്ടമ്മ വാർത്താ സമ്മേളനത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ ഒരു പരാതി കണക്കിലെടുത്ത് അന്വേഷണ ചുമതലയുള്ള വനിതാ ഉദ്യോഗസ്ഥ ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് കൊച്ചിയിലെത്തി പരാതിക്കാരിയുടെ സൗകര്യാർത്ഥം പരാതിക്കാരിയുടെ സൗകര്യമുള്ള സ്ഥലത്ത് വെച്ചാണ് ഇപ്പോൾ മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്നത്. 3 വനിതാ ഉദ്യോഗസ്ഥർ മാത്രമാണ് മൊഴിയെടുപ്പ് സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ആരോപിക്കപ്പെട്ട കാര്യങ്ങളിൽ വീട്ടമ്മ ഉറച്ചു നിൽക്കുന്നുണ്ടോ, അക്കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ എന്നതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമാകുക. കാരണം 2014 ഏപ്രിൽ മാസത്തിൽ നടന്ന ഒരു കുറ്റകൃത്യം അത് സംബന്ധിച്ച പോലീസിൽ പരാതി ലഭിക്കുന്നത് 2016 ഓഗസ്റ്റ് മാസത്തിലാണ്. ഈ പരാതി അട്ടിമറിക്കാൻ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ, പേരാമംഗലം അടക്കമുള്ള ആളുകൾ ഇടപെട്ടുവെന്നും കൗൺസിലർ ജയന്തൻ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി കേസ് പിൻവലിക്കാനും തുടർന്ന് കോടതിയിൽ എത്തിയപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ കൊടുത്ത 164 സ്റ്റേറ്റ്മെന്റിൽ പീഡനം നടന്നിട്ടില്ല എന്നും പണമിടപാട് മാത്രമാണ് നടന്നതെന്നും വ്യക്തമാക്കാൻ സമ്മർദ്ദം ചെലുത്തി എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് വീട്ടമ്മ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നത്. ഇക്കാര്യങ്ങളിൽ യുവതി ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന കാര്യം ആണ് സംഘം ആദ്യം പരിശോധിക്കുക. ഇത്തരത്തിൽ യുവതിയുടെ പരാതി അത്തരത്തിൽ ലഭിക്കുകയാണെങ്കിൽ ആ മൊഴി കണക്കിലെടുത്തുകൊണ്ടാകും തുടർന്നുള്ള അന്വേഷണത്തിന്റെ കാര്യം തീരുമാനിക്കുക. ഏതായാലും ഇപ്പോൾ രാവിലെ ആരംഭിച്ച മൊഴിയെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. സ്വാമി.